സുരേഷ് ഗോപി തൃശ്ശൂരിൽ മാധ്യമങ്ങളൊക്കെ കാണുകയാണ് അദ്ദേഹത്തിന്റെ വാക്ക് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കും ഉണ്ടായി എന്ന് കരുതിക്കോളൂ. ഞാൻ വ്യക്തമായി അന്നേ പറഞ്ഞു, ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് DGP ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിന്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിന്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിന്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെന്റ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിന്റെ. അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കോളൂ. പക്ഷെ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്. ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ്. സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ സിനിമയിൽ അത് കാണിക്കുമ്പോൾ ജനം കൈയടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അഭികാമ്യതയും ജനങ്ങളുടെ മോഹവും ജനങ്ങളുടെ താല്പര്യവും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ്. ജനാധിപത്യത്തിൽ ജനപക്ഷത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ ആവേണ്ടത്, ഉദ്യോഗസ്ഥരും ആവണം അല്ലേ? കരുവന്നൂരൊക്കെ അതുകൊണ്ടല്ലേ ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച, ആ ഉദ്യോഗസ്ഥൻ ആര്? ആ ഉദ്യോഗസ്ഥൻ കെൽപ്പുള്ളയാളാണ്. പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല. ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സമൂഹത്തിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മാനസിക ടിമ്പറുള്ള ആൾക്കാരായിരിക്കണം ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ശിക്ഷ, അത് ഭരണം നൽകിയില്ലെങ്കിൽ ഭരണത്തിനും ചേർത്താണ് ശിക്ഷ നൽകേണ്ടതെങ്കിൽ അത് കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും. എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സഹ സ്ഥാനാർത്ഥികൾ അല്ലേ, മുരളിച്ചേട്ടൻ എന്ന് മാത്രം അത് പേഴ്സണലായിട്ടുള്ള റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതും മുരളിച്ചേട്ടൻ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ പേരല്ല, ഒരു റെഫറൻസ് അല്ലാതെ ഞാൻ പേരുകൾ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണ് എൻ്റെ കൂടെ മത്സരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും കൃത്യമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കേണ്ടത് എൻ്റെ ജോലിയല്ല. ആരൊക്കെയാണ് ശക്തി പ്രാപിച്ചു വരുന്നത്, ആരെയാണ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്നെ അവതരിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി ആവുന്നതിന് എൻ്റെ പക്ഷത്തു നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കരുത്തെന്താണ്? എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവർ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാവും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. ഇത് ആരൊക്കെ എൻ്റെ മുന്നേ കയറി, അതിനൊന്നും ഒരു പ്രസക്തിയില്ലല്ലോ അല്ലേ? പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ അതൊരു വലിയ അപമര്യാദയായിരുന്നു. 4-5 പേര് മത്സരിക്കുമ്പം അവരാരുമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഡെമോക്രാറ്റിക് മാൻഡേറ്റിന്റെ അപ്പീൽ ഘട്ടത്തിൽ അപമര്യാദയാണ്, നിയമവിരുദ്ധമാണെന്നും ഞാൻ പറയും. യു ഹാവ് നോ റൈറ്റ്. അത് തെറ്റാണ്. എല്ലാവരും നിയമമനുസരിച്ച് നോമിനേഷൻ കൊടുത്ത് ആ നോമിനേഷന് മര്യാദ കിട്ടി ആ മര്യാദയുമായി മുന്നോട്ട് പോകുന്നിടത്ത് ഡിസ്റെസ്പെക്ട് ഹാസ് ടു ബി ടേൺ ഡൗൺ.
ചെറുത് പ്രചരണത്തിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇതുപോലെ ഫ്ലെക്സിലും അതുപോലെ തന്നെ എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാൻഡിഡേറ്റ് കഴിഞ്ഞ 10 വർഷം 2 കാൻഡിഡേറ്റ്സ് അതിൽ ജയിച്ചു പോയത് എന്ത് വാഗ്ദാനമായിരുന്നു അല്ലെങ്കിൽ വാക്കുകളാണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്? എന്തെങ്കിലും കൊടുത്തിരുന്നു? ഞാൻ ഉടനീളം ചോദിച്ച കാര്യം, ഒരു MP എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റി? ആയുഷ്മാൻ ഭാരത് കിട്ടാത്തവർക്ക് അത് നേടിക്കൊടുക്കാൻ സാധിച്ചു? അതോ അത് മോദി ഉണ്ടാക്കിയ പദ്ധതി ആയതുകൊണ്ട് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്റെ വോട്ടേഴ്സിന് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർധനര്, ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടി പിച്ചപ്പാളയെടുത്ത് പണമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും മുമ്പിൽ പോയി കൈനീട്ടി യാചിച്ച ഒരു വർഗത്തെ തൽസ്ഥിതിയിൽ അവരോധിച്ചു. അത് പാപമല്ല, അവരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതല്ലല്ലോ, അവർക്കത് ചെയ്തൂടെ? ജൽ മിഷൻ എത്ര പൈപ്പ റോഡുകളിൽ ഇറക്കിയിട്ടിരിക്കുന്നത്? ഇത് ലേ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് സമയബന്ധിതമായി അത് നടപ്പിലാക്കി? ഈ വേനൽക്കാലത്തെങ്കിലും എലക്ഷന്റെ ഒരു ഉന്നം വെച്ചെങ്കിലും എന്തുകൊണ്ട് അവരത് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസം മുതൽ അത് ശക്തമായിട്ട് ഓപ്പറേഷണലാക്കിയില്ല? പൈപ്പ് ഇട്ടടത്ത് വെള്ളമില്ല, പൈപ്പ് ഇടാനുള്ളിടത്ത് ഇടാതെ മാറ്റിയിട്ടിരിക്കുന്നു. പല സ്ഥലത്തും കല്ല് വെട്ടിക്കെട്ടി കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവിടെ ആഴ കൂടുതലിൽ പൈപ്പ് ഇടുക. ഇതിനൊക്കെ പിന്നെ വാട്ടറിന് പ്രഷർ വയ്ക്കുക, അത് പിന്നെ പൊട്ടലിലും ചീറ്റലിലും അവസാനിക്കുക, ഇതൊക്കെയില്ല. അപ്പൊ അതിലെ അഴിമതി, അതാരാണ് ആ അഴിമതിയുടെ ഉപഭോക്താക്കൾ? ഇത് ഒരു ജനപ്രതിനിധിയുടെ ചുമതലയല്ലേ കണ്ടെത്തി ഇതെല്ലാം വേഗം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്? അതുപോലെ അനവധി. ഏറ്റവും വലിയ ക്രൗര്യം നടക്കുന്നത് BPL കാർഡിന്റെ ഡിസ്ബേഴ്സലിലല്ല. എത്ര അയോഗ്യന്മാർക്കാണ് BPL കാർഡ് ഉള്ളത്? ഇന്ന് വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഡേറ്റ? അതുകൊണ്ട് നിഷേധിക്കപ്പെടുന്ന, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത, അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് നടക്കുന്ന 2 കക്ഷികൾക്കും അവരുടെ 20 MP-മാർക്കും, അങ്ങനെ 20 40 MP-മാർക്ക് സംസ്ഥാനത്തെങ്കിലും ഇടപെട്ട് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുകയാണ്. തൃശൂരിൽ അദ്ദേഹവും